ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഔട്ട് ഓഫ് സ്റ്റേറ്റിലേക്കും യാത്രകൾ ചെയ്യാറുണ്ട്. അപ്പോൾ പുയ്യാറ വിഷ്ണുമായ മഠത്തെക്കുറിച്ച് അറിയുന്നവരും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ കണക്ട് ചെയ്തിട്ടുള്ള പല വ്യക്തികളെയും അവിടെ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സംസാരിക്കും. വിഷ്ണുമായ സ്വാമിയുടെ ഉപാസന ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ അവരുടെ വിഷമങ്ങളൊക്കെ അവർ എന്തുകൊണ്ടാണ് നമ്മളോട് പറയണതെന്ന് പോലും അവർ ചിന്തിക്കാതെ നമ്മളോട് പറയാറുണ്ട്. അങ്ങനെ ഈ അടുത്ത് നമ്മൾ ഒരു ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ളൊരു ഫാമിലിയെ നമ്മൾ മീറ്റ് ചെയ്യാനായിട്ട് പോയപ്പോൾ ആ ഫാമിലിയിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അവരുടെ മകൻ മരിച്ച ഒരു അനുഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. നല്ല ബിസിനസ് ചെയ്യുന്നൊരു ഫാമിലിയാണ്, വർഷങ്ങളായിട്ട് അവരവിടെ സെറ്റിൽഡാണ്. അപ്പോൾ നമ്മളായിട്ട് അവരുടെ വിഷമങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് കാണാൻ വേണ്ടി എനിക്കൊന്ന് നേരിട്ട് കാണണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ശത്രുബാധ ലക്ഷണം ഫീൽ ചെയ്യുന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ള നമുക്ക് അവരുടെ തോട്ട് പ്രോസസ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എനർജി ഫീലിംഗ് ഒക്കെ അവിടെ നിന്ന് നമുക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് ഞാൻ പറയുകയും ആളെ മീറ്റ് ചെയ്യുമ്പോൾ ആള് വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനം എടുക്കുകയാണ്. ആ സ്ഥാപനം ആള് കോടികൾ ചിലവാക്കിയിട്ടാണ് ആ സ്ഥാപനം എടുക്കുന്നത്. ആ സ്ഥാപനം എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ആക്സിഡൻ്റ് ആയിട്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ സ്ഥാപനം കൈമാറിയ ആ വ്യക്തികൾ എല്ലാവരും രണ്ടുപേര് ഇതുപോലെ തന്നെ ആക്സിഡൻറ്റിൽ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായതായിട്ട് ആൾ പറഞ്ഞു. അപ്പോൾ അവരുടെ ഫാമിലിയിലെ ആൾക്കാർ ഇവരെയും വിളിച്ചിട്ട് അന്വേഷിച്ചിരുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്തിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അവരാരൊക്കെയോ കൊണ്ടുവന്ന് അവിടെ പൂജകളൊക്കെ നടത്തിയിരുന്നു എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്. ഞാൻ അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ വളരെ വലിയൊരു ബുദ്ധിമുട്ടിലേക്കുള്ളൊരു സാഹചര്യം കാണുകയും അവിടെ ഒരു ഭയങ്കരമായൊരു നെഗറ്റീവ് എനർജിയുടെ ഫീലിംഗ് ഉണ്ടാവുകയും ഞാൻ അവരോട് ഇതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രേത അനുഭവങ്ങൾ അല്ലെങ്കിൽ ആഭിചാരങ്ങളൊക്കെ ചെയ്തു വെക്കുമ്പോൾ പലതരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്മെല്ലും പ്രത്യേക തരത്തിലുള്ള ഒരു അനുഭവം നമ്മളൊക്കെ അവിടേക്ക് കയറി വരുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. നമുക്കും അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നില്ല. ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ശരീരത്തിലടക്കം ഉണ്ടാക്കും. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നമുക്കതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വരികയാണ് ഉണ്ടായത്. അപ്പോൾ പലപ്പോഴും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പലരും ഇതുപോലെയുള്ള പല ബിസിനസ്സുകളും ചെയ്യുന്നതിൻ്റെ ഫലമായി പല സ്ഥലങ്ങളിലും പോവും, പല സ്ഥാപനങ്ങളെടുക്കും, പല വീടുകളും നമ്മൾ വാടകയ്ക്ക് എടുക്കും, പല തരത്തിലുമുള്ള ആളുകളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും. അപ്പോൾ ഇതൊക്കെയും ഓരോ വ്യക്തികളുടെയും മേത്തും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ഒരു എനർജി ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ സ്മാർട്ടായിട്ട് നടന്നിരുന്ന നമ്മൾ പെട്ടെന്ന് അസുഖമുള്ള ഒരാളായിട്ട് മാറും. പെട്ടെന്ന് ബിസിനസ്സൊക്കെ തകർന്ന് ഭയങ്കര വലിയൊരു കടബാധ്യതയിലേക്ക് വരികയും പിന്നെ ആത്മഹത്യ ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നതായിട്ടുള്ള പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവരോട് പറഞ്ഞത് പ്രാർത്ഥനകൾ നമ്മൾ എന്തായാലും ചെയ്യണം. പലതരത്തിൽ നമ്മളുടെ ജീവിതം മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എപ്പോഴും ഒരു പരിചയം എന്ന രീതിയിൽ നമ്മൾ എവിടെ പോയാലും ആരെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല, ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകണമെന്ന് നമുക്കറിയില്ല. അനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള എനർജീസ് നമ്മുടെ ശരീരത്തിൽ അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് ഞാൻ മഠത്തിലുള്ള എല്ലാവരുടെ അടുത്തും പറയുന്നത്. ആൾക്കാർ ഇതിന് എത്രത്തോളം സീരിയസ് ആയി കാണുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ലൈഫിലെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാതല്ല, പ്ലാനിങ്ങോടുകൂടി പ്രവർത്തിക്കാണ്ടല്ല, നമ്മുടെ മാനസികാവസ്ഥയെ നമ്മൾ നല്ല രീതിയിൽ തന്നെയാവും കൊണ്ടു നടക്കുന്നുണ്ടാവും. പക്ഷെ പെട്ടെന്നുള്ള ദുർമരണങ്ങൾ ഉണ്ടാവുക, പെട്ടെന്നുള്ള തകർച്ചകൾ സംഭവിക്കുക, പെട്ടെന്ന് ആരോഗ്യപരമായിട്ടൊക്കെ ഭയങ്കരമായ ഹെൽത്ത് ഇഷ്യൂസ് വരെ അറ്റാക്ക് സംഭവിക്കുക. ഇപ്പം ഞാൻ ആളോടും ഇതുപോലെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായ ഹെൽത്ത് ഇഷ്യൂസ് അനുഭവപ്പെട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ഥാപനം ഇനാഗുറേറ്റ് ചെയ്യുന്ന ദിവസം ആൾ അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നാണ്. അപ്പം അത്രയും ഈ ആഭിചാരമാവട്ടെ, നെഗറ്റീവ് എനർജീസ് ആവട്ടെ, പ്രേതാനുഭവങ്ങൾ എന്ന് പറയുന്നതാവട്ടെ, എന്ത് പേരിട്ട് വിളിച്ചാലും
ഇതിനൊക്കെ പലതരത്തിലുള്ള പേരുകൾ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് വരുമ്പോൾ നമ്മളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആവാൻ നമ്മൾ എനർജൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യേണ്ടി വരും. നമുക്ക് വലിയൊരു വിജയത്തിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ജീവനോടിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ജീവനോടിരിക്കുന്നു, നിങ്ങൾക്ക് നല്ല ആയുസ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല കുടുംബമുണ്ട്, അത്യാവശ്യം സാമ്പത്തികമായി പോകുന്നുണ്ട് എന്നുള്ളത് നിലനിർത്താൻ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയധികം നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതും ജീവിക്കുന്നതും. അപ്പോൾ പുയ്യാറമഠത്തിലെ എല്ലാ ഭക്തരും അവർ കൃത്യമായിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും കൃത്യമായിട്ട് എങ്ങനെ പ്രൊട്ടക്റ്റഡ് ആവണം എന്നുള്ളതും കൃത്യമായിട്ട് എങ്ങനെ ബിസിനസ്സിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ടതൊക്കെയും സ്വാമിയുടെ അടുത്ത് കൃത്യമായി ചോദിച്ചുകൊണ്ട് ഞാൻ പലരുടെ അടുത്തും ഉപദേശിക്കാറുണ്ട്. അവർക്ക് അതിനനുസൃതമായ നല്ല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഗ്രാജുവലിയാണ് നമ്മൾ വളരാ. നമ്മൾ പെട്ടെന്ന് പരാജയത്തിലേക്ക് എത്തും, പെട്ടെന്ന് സക്സസ്സിലേക്ക് എത്തില്ല. എന്ത് പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് സ്ലോവിലേ വരുള്ളൂ. കാരണം അത്രയും നെഗറ്റീവ് നമ്മുടെ മേത്തുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ട് അതിനാദ്യം റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം അങ്ങനെയുള്ള ശത്രുബാധ ലക്ഷണങ്ങളാവട്ടെ, പ്രേതപരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആവട്ടെ, ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നതാവട്ടെ, കണ്ണേറാവട്ടെ, പ്രാക്കാവട്ടെ, ഏത് തരത്തിലുള്ള മാന്ത്രികപരമായിട്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മളില്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന മനുഷ്യരാലായാലും അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ളതായാലും അതിൽ നിന്നൊക്കെയും നമുക്ക് രക്ഷ നേടാനായിട്ട് നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം. എപ്പോഴും അതിനു വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോവുകയും വേണം. ഇത് വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും അത് വലിയൊരു മാറ്ററാണ്. ലൈഫിൽ നാളെ എന്തെങ്കിലും ആക്സിഡൻറ്റോ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പറ്റുമോ അതാർക്കും അറിയില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലും എനിക്കറിയില്ല, നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്കറിയില്ല. അപ്പോൾ പ്രിപ്പയർഡ് ആവുക, എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക, നമ്മൾ നന്നായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വലിയൊരു വിജയം ഉണ്ടാവുകയും ആ വിജയം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരും വിജയിക്കട്ടെ.